നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വീണ്ടും ശക്തമാകുന്ന സാഹചര്യത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തെയും സുരക്ഷാ തന്ത്രങ്ങളെയും ബാധിക്കാമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. പശ്ചിമേഷ്യൻ മേഖലയിലെ സ്ഥിരത ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. കാരണം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രവാസി സമൂഹം എന്നിവയെല്ലാം ഈ മേഖലയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഈ മേഖലയിലെ യുദ്ധ സാഹചര്യങ്ങൾ ഇന്ത്യക്ക് നയതന്ത്രപരമായും സാമ്പത്തികമായും സങ്കീർണതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് 2016 ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച ലോജിസ്റ്റിക്സ് എക്സ്ചേഞ്ച് മെമ്മറാണ്ടം ഓഫ് എഗ്രിമെന്റ് വീണ്ടും ചർച്ചയാകുന്നത്. ഈ കരാർ പ്രകാരം ഇന്ത്യയും അമേരിക്കയും പരസ്പരം സൈനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാനാവും. അമേരിക്കയുടെ നാവികസേനാ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇന്ത്യയിലെ സൈനിക താവളങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനും മറ്റ് ലോജിസ്റ്റിക് സഹായങ്ങൾ നേടാനും കഴിയും. അതേസമയം ഇന്ത്യക്കും അമേരിക്കയുടെ ആഗോള സൈനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ ഈ കരാർ വഴി അവസരമുണ്ട്. ഈ കരാർ രണ്ടു രാജ്യങ്ങൾക്കുമിടയിലെ പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തിയെങ്കിലും വലിയ ശക്തികളുടെ സംഘർഷത്തിൽ ഇന്ത്യയെ നയതന്ത്രപരമായി പ്രയാസകരമായ നിലയിലേക്ക് നയിക്കാമെന്ന ആശങ്ക ഇപ്പോൾ ഉയരുകയാണ്. അമേരിക്കയുടെ വിദേശ നയം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൂടുതൽ താൽപര്യാധിഷ്ഠിതമായി മാറിയതായി നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നു. പ്രത്യേകിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ അമേരിക്കയുമായി സൈനിക സാമ്പത്തിക പങ്കാളിത്തമുള്ള രാജ്യങ്ങൾ അവരുടെ താൽപര്യങ്ങൾക്ക് അനുസൃതമായി പെരുമാറണമെന്ന് വാശി പിടിക്കുന്ന സമീപനം പ്രകടമായിരുന്നു. അതിനാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യം രൂക്ഷമാവുകയാണെങ്കിൽ ഇതുപോലുള്ള കരാറുകളുടെ പേരിൽ ഇന്ത്യക്ക് സമ്മർദ്ദം നേരിടേണ്ടി വരുമോ എന്ന ആശങ്ക നയതന്ത്ര വിദഗ്ധർ ഉയർത്തുന്നു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വം ദീർഘകാലമായി തന്ത്രപ്രധാന സ്വാതന്ത്ര്യം എന്ന ആശയത്തിലാണ് നിലകൊണ്ടത്. ശീതയുദ്ധകാലത്ത് ഇന്ത്യ പിന്തുടർന്ന നിഷ്പക്ഷ നയം ഇന്നും പുതിയ രൂപത്തിൽ തുടരുകയാണ്. അതിനാൽ അമേരിക്കയുമായുള്ള അടുത്ത പ്രതിരോധ സഹകരണം ഉണ്ടായിട്ടും ഇന്ത്യ ഇറാനുമായുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഊർജ്ജ വിതരണത്തിൽ ഇറാൻ ഇന്ത്യക്ക് പ്രധാന പങ്കാളിയായിരുന്നു എന്നതും ചബഹാർ തുറമുഖം പോലുള്ള പദ്ധതികൾ ഇന്ത്യയുടെ മധ്യേഷ്യൻ ബന്ധങ്ങൾക്ക് നിർണായകമാണ് എന്നതും ഈ ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം പശ്ചിമേഷ്യയിലെ മറ്റൊരു നിർണായക ഘടകം പാകിസ്ഥാനാണ്. സൗദി അറേബ്യയുമായി പാകിസ്ഥാന് ദീർഘകാല സുരക്ഷാ സഹകരണം നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു പക്ഷത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യതയും നയതന്ത്ര നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. അത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടാൽ അത് ഇന്ത്യയുടെ സുരക്ഷാ കണക്കുകൂട്ടലുകളെയും ബാധിക്കാം. പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സൈനിക നീക്കങ്ങൾ കൂടുതൽ സങ്കീർണമാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ സമവാക്യങ്ങളിൽ സമതുലിത നിലപാട് കൈവരിക്കുകയാണ്. അമേരിക്കയുമായുള്ള പ്രതിരോധ സഹകരണം ഇന്ത്യക്ക് സാങ്കേതികമായും തന്ത്രപരമായും ഗുണകരമാണ്. അതേസമയം ഇറാൻ, സൗദി അറേബ്യ, UAE തുടങ്ങിയ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളും ഇന്ത്യക്ക് സമാനമായി നിർണായകമാണ്. ഏകദേശം 8 മുതൽ 9 ദശലക്ഷം ഇന്ത്യൻ പ്രവാസികൾ പശ്ചിമേഷ്യയിൽ ജോലി ചെയ്യുന്നു. ഈ മേഖലയിൽ ഉണ്ടാകുന്ന യുദ്ധ സാഹചര്യങ്ങൾ അവരുടെ സുരക്ഷയെയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടത് സൂക്ഷ്മമായ നയതന്ത്രമാണ്. വലിയ ശക്തികളുടെ മത്സരത്തിൽ നേരിട്ട് ഭാഗമാകാതെ എല്ലാവരുമായി ബന്ധം നിലനിർത്തുന്ന ബാലൻസിംഗ് തന്ത്രമാണ് ഇന്ത്യ ഇതുവരെ പിന്തുടർന്നത്. ഭാവിയിലും അതേ നിലപാട് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇതുപോലുള്ള കരാറുകൾ ഉണ്ടായിരുന്നാലും അവ ഇന്ത്യയുടെ തന്ത്രപ്രധാന സ്വാതന്ത്ര്യത്തെ ബാധിക്കാത്ത രീതിയിൽ പ്രായോഗികമായി നടപ്പാക്കേണ്ടത് നിർണായകമാണ്. ഇറാൻ അമേരിക്ക സംഘർഷം ഒരു പ്രാദേശിക പ്രശ്നമല്ല, അത് ആഗോള ശക്തി സമവാക്യങ്ങളെ സ്വാധീനിക്കുന്ന വിഷയമാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയെ പോലുള്ള വളർന്നു വരുന്ന ശക്തികൾക്കും വലിയ ബാധകമാണ്. അതിനാൽ ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തി എല്ലാ പക്ഷങ്ങളുമായും ബന്ധം നിലനിർത്തുന്ന സുതാര്യവും സമതുലിതവുമായ നയതന്ത്ര സമീപനമാണ് ഇന്ത്യക്ക് ഏറ്റവും അനുയോജ്യം.